ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഗീ റൈസും അതുപോലെ ഒരു ചെമ്മിൻ്റെ റോസ്റ്റുമാണ് കാണിച്ചു തരുന്നത്. നമ്മുടെ മക്കൾക്കൊക്കെ ഒന്ന് ലഞ്ച് ബോക്സിലേക്കൊക്കെ പെട്ടെന്ന് തന്നെ രാവിലെ തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. വളരെ ഈസിയാണ്, എന്നാൽ പോലും മക്കൾക്ക് നന്നായിട്ട് ഇഷ്ടമാകും. ഒരുപാട് ഓയിലും നെയ്യും ഒക്കെ ഒന്നും ചേർക്കാതെ ചെറിയ രീതിയിലാണ് നമ്മളെല്ലാം ചേർത്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്വാഗതം. അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ആദ്യമേ ഞാൻ റൈസ് ഉണ്ടാക്കുന്നതാണ് കാണിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യും അതുപോലെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് പട്ട, കരയാമ്പൂ, ഏലയ്ക്ക, ജാതിപത്രി ഇട്ടുണ്ട്. ഒരു പകുതി സവാളയും ഒരു 2 പച്ചമുളകുമാണ് ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആ സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അരമണിക്കൂർ കുതിർത്തി വെച്ച ബസ്മതി റൈസാണ്. അതും കൂടിയിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ വറുത്തെടുക്കുമ്പോഴത്തേക്കും ചോറ് ഒരിക്കലും കട്ട പോലെ ആവാതെ നന്നായിട്ട് തന്നെ കിട്ടും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൈസായിട്ട് കിട്ടും. അത് നമ്മൾക്ക് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളമാണ് കറക്റ്റ് മെഷർമെൻറ്റ്. അങ്ങനെ തന്നെ എല്ലാവരും ഒന്ന് ചേർക്കണം. നമ്മൾ ഏത് ഗ്ലാസ്സിലോ ഏത് കപ്പിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ 1.25 കപ്പ് അല്ലെങ്കിൽ 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരൊറ്റ വിസിൽ മതിയാകും. അതിനുശേഷം അതിൻ്റെ ഫുള്ള് സ്റ്റീമെല്ലാം പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്തെടുക്കണം. നല്ല സൂപ്പറായിട്ട് ഒട്ടും തന്നെ പശയോ ഒന്നുമില്ലാതെ നല്ല വിട്ടുള്ള നല്ല റൈസായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് ഒന്ന് തണുക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇതാ നോക്കി, ഒട്ടും അടിയിലൊന്നും പിടിക്കാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗീ റൈസ് അല്ലേ, ഞാൻ വീഡിയോയ്ക്ക് ആയതുകൊണ്ട് ഒരല്പം നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് സവാള ഒരിച്ചിരി സവാളയും ഒരിത്തിരി ക്യാരറ്റും അതുപോലെ കുറച്ച് കാഷ്യൂവും കുറച്ച് കിസ്മിസും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന്, ഒട്ടും ഡീപ് ഫ്രൈ ഒന്നുമല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് ഒരിത്തിരി നെയ്യിലാണ് ഷാലോ ഫ്രൈ ചെയ്തിട്ട് ആ റൈസിലേക്ക് അതും ഇത്തിരി മല്ലിയിലയും കൂടിയിട്ട് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കൊരു ചെമ്മീൻ റോസ്റ്റാണ് ചെയ്യുന്നത്. ചെറിയ തരം ചെമ്മീനാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അത് നല്ല വെളിച്ചെണ്ണയിലാണ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ മോന് ഫ്രൈ ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇത്തിരി മാറ്റി വെച്ചിട്ടാണ് നമ്മൾ റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സെയിം പാനിലേക്ക് തന്നെ കുറച്ച് സവാളയും, ഞാൻ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ ഒരു 4-5 പച്ചമുളക്, എരിവിന് ആവശ്യമായ പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. നന്നായി ഒന്ന് വാടി വരുമ്പോഴത്തേക്കും പഴുത്ത 2 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ചെറിയ തക്കാളി ആയതുകൊണ്ട് 2 എണ്ണം ചേർത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1.5 മതിയാകും. അത് നന്നായിട്ടൊന്ന് നല്ല കുഴമ്പ് പോലെയൊന്ന് ആയിക്കോട്ടെ. നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ചേർക്കണം. മുളക് പൊടി ചേർത്തിട്ടുണ്ട്, അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുറച്ച് മല്ലിപ്പൊടിയാണ്. നമ്മുടെ മക്കൾക്കൊക്കെ ആയതുകൊണ്ട് ഒരുപാട് സ്പൈസിയൊന്നും ആക്കുന്നില്ല, ജസ്റ്റ് മാത്രമേ എല്ലാ സ്പൈസസും ചേർക്കുന്നുള്ളൂ. നന്നായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും ഒരു 4 ടേബിൾ സ്പൂൺ നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത കട്ട തൈരും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും പുതിനയും ചേർക്കുന്നുണ്ട്. നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് വരട്ടി എടുക്കണം. ആ സവാളയും തക്കാളിയൊക്കെ നല്ലൊരു പേസ്റ്റ് പോലെയാകും. ഇതിലേക്ക് ഞാൻ ഒരിത്തിരി ഗ്രേവിക്ക് വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് എല്ലാവരും ഒന്ന് എടുത്തേക്കണം. നോക്കി, ഇതേ ഒരു പാകം ആകുമ്പോഴത്തേക്കും നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ചൂടാക്കി നന്നായിട്ടൊരു തിള വരൂലേ, ആ സമയത്തേക്ക് നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ തലേ ദിവസം തന്നെ ഈ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ രാവിലെ റൈസ് മാത്രമേ ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. അപ്പോൾ കണ്ടില്ലേ, പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ നല്ലൊരു കോംബോ ആണ് ഗീ റൈസും ചെമ്മീൻ റോസ്റ്റും. അപ്പോൾ എല്ലാ മക്കൾക്കും നന്നായിട്ട് ഇഷ്ടമാകും. മക്കൾക്ക് മാത്രമല്ല, വീട്ടിലെ നമ്മുടെ ചേട്ടന്മാർക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു കോംബോ റെസിപ്പിയാണ്. അപ്പോൾ മസ്റ്റായിട്ടും എല്ലാവരും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് എനിക്ക് അഭിപ്രായം ഒന്ന് പറയണേ. വീട്ടിലേക്ക് എല്ലാവർക്കും ഇഷ്ടമായാൽ പിന്നെ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ഓൾ.